ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ക്ലെർവോയിലെ വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ കറുത്തവളെങ്കിലും സുന്ദരിയാണ്. ഓ ജെറുസലേം പുത്രിമാരെ, അവളുടെ സുദീർഘമായ വിപ്രവാസത്തിലെ കഠിനാധ്വാനവും വേദനയും അവളുടെ നിറം കെടുത്തിയിട്ടുണ്ടാവാമെങ്കിലും സ്വർഗീയ സൗന്ദര്യത്താൽ അലങ്കൃതയാണവൾ. കത്തോലിക്ക തിരുസഭയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പഠിക്കുന്നതും പരിചിന്തനം ചെയ്യുന്നതും ഏത് കാലഘട്ടത്തിലും സമുചിതമാണ്. ഇക്കാലത്ത് തിരുസഭയെക്കുറിച്ചുള്ള പഠനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. കത്തോലിക്ക സഭയിൽ തന്നെ തിരുസഭയുടെ പ്രകൃതിയെപ്പറ്റിയും ദൗത്യത്തെപ്പറ്റിയും വെറും ഭാഗികമായ ജ്ഞാനം വച്ചു പുലർത്തുന്ന പലരും ഗുരുതരമായ തിന്മകളിലേക്ക് വീഴാറുണ്ടെന്ന് വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന പലരും കത്തോലിക്ക തിരുസഭയെക്കുറിച്ചും അവളുടെ പ്രബോധനങ്ങളെക്കുറിച്ചും ഭാഗികമായ അറിവ് വച്ചു പുലർത്തുന്നത് ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. തൽഫലമായി തിരുസഭയുടെ പ്രബോധനങ്ങളാണെന്ന വ്യാജേന പല തെറ്റായ പഠനങ്ങളും ഇന്ന് വചനപ്രഘോഷണ വേദികളിൽ നിന്ന് പോലും കേൾക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ പരമ്പരാഗത വിശ്വാസ സത്യപ്രബോധനങ്ങളെയും വിശ്വാസ തത്വങ്ങളെയും വെല്ലുവിളിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുക എന്നാൽ ദൈവവരപ്രസാദ സഹായത്താൽ പാപത്തെ വെറുക്കുക, പാപസാഹചര്യങ്ങൾ വെറുത്തുപേക്ഷിക്കുക. ഈശോയുടെ ആഗ്രഹം സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും പരിപൂർണരായിരിക്കുവാൻ. ഈ പൂർണ്ണത പ്രാപിക്കുവാൻ മനുഷ്യന് സ്വയമേ സാധ്യമല്ല. കാരണം മനുഷ്യന്റെ അന്തരംഗം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ബലഹീനനായതുകൊണ്ട് മനുഷ്യൻ പാപത്തിൽ വീണുപോകും. ഇതറിയുന്ന ഈശോ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചു. ഈ കുമ്പസാരം ഈശോ സ്ഥാപിച്ച എൻ്റെ സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലാണ് സത്യത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പൂർണ്ണത. കത്തോലിക്ക സഭ കാരണം ഈശോയാണ് കത്തോലിക്ക സഭ സ്ഥാപിച്ചത്. ഈശോയുടെ പ്രിയ അപ്പസ്തോലനായ യോഹന്നാന്റെ ശിഷ്യനായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഈ സഭയുടെ പേര് കത്തോലിക്ക സഭ എന്ന് ഉറപ്പിക്കുന്നു. അപ്പസ്തോലിക പിതാവായ ഇദ്ദേഹം ഈ പേര് കത്തോലിക്ക സഭ എന്നത് അപ്പസ്തോലനിൽ നിന്നും സ്വീകരിച്ചതാണ് എന്ന് നിസ്സംശയം ഉറപ്പിക്കാം. കാരണം ഇദ്ദേഹം അപ്പസ്തോലിക കൂട്ടായ്മയിലും പിന്തുടർച്ചയിലും വിശ്വസിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഇപ്രകാരം പഠിപ്പിക്കുന്നു: എവിടെയൊക്കെ ഈശോ മിശിഹ സന്നിഹിതനാണോ അവിടെയൊക്കെ നമുക്ക് കത്തോലിക്ക സഭയുള്ളതുപോലെ മെത്രാനെ എവിടെ കണ്ടെത്തുന്നുവോ അവിടെയായിരിക്കണം അദ്ദേഹത്തിന്റെ ജനങ്ങൾ എല്ലാവരും. മറ്റൊരു അപ്പസ്തോലിക പിതാവായ വിശുദ്ധ പോളികാർപ്പ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എല്ലാ സ്ഥലത്തുമുള്ള കത്തോലിക്ക സഭയ്ക്ക് അഭിവന്ദനം. മിശിഹ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭയുടെ ഇടയനാണ്. അപ്പസ്തോലിക പിതാക്കന്മാരുടെ ഈ വാക്കുകളിൽ നിന്നും ഈശോ സ്ഥാപിച്ച ഏകസഭ കത്തോലിക്ക സഭ എന്ന് ഉറപ്പിക്കാം. നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുന്നു: ഏകവും വിശുദ്ധവും അപ്പസ്തോലികവും സാർവത്രികവുമായ സഭയിൽ വിശ്വസിക്കുന്നു. ആ ഏകസഭയെയാണ് മുകളിൽ പറഞ്ഞ പിതാക്കന്മാർ കത്തോലിക്ക സഭ എന്ന് വിളിക്കുന്നത്. അപ്പസ്തോലിക പിതാവായ വിശുദ്ധ പോളികാർപ്പിന്റെ ശ്രോതാവായിരുന്ന 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ ഇരണവൂസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു: സഭ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിച്ചു കിടക്കുകയാണെങ്കിലും സഭ അപ്പസ്തോലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നുമാണ് വിശ്വാസം സ്വീകരിച്ചത്. വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഭൂലോകത്തിലെമ്പാടുമുള്ള ഭാഷകൾ വിവിധങ്ങളാണെങ്കിലും പാരമ്പര്യത്തിന്റെ കാതൽ ഒന്നു തന്നെയാണ്. ജർമ്മനിയിൽ സ്ഥാപിതമായ സഭകൾക്ക് മറ്റൊരു വിശ്വാസമോ പാരമ്പര്യമോ ഇല്ല. അതുപോലെ തന്നെ ഇബേരിയൻ,
ജനതയുടെ സഭകൾക്കോ, കെൽട്ടു വംശജരുടെ സഭകൾക്കോ, പൗരസ്ത്യ നാടുകളിലെ സഭകൾക്കോ, ഈജിപ്തിലെ സഭകൾക്കോ, ലിബിയയിലെ സഭകൾക്കോ, ഭൂമധ്യ സ്ഥാപിതങ്ങളായ സഭകൾക്കോ ഒന്നിനു പോലും വിഭിന്നമായ വിശ്വാസമോ പാരമ്പര്യമോ ഇല്ല. സഭയുടെ സന്ദേശം സത്യവും സുദൃഢവുമാണ്. ഈ സന്ദേശത്തിൽ രക്ഷയിലേക്കുള്ള ഒരേയൊരു മാർഗമാണ് ലോകം മുഴുവനും വേണ്ടി തെളിഞ്ഞു കിടക്കുന്നത്. CCC 173, 174 ഈ സഭാപിതാവിന്റെ വാക്കുകൾ നമുക്ക് വായിക്കാവുന്നതാണ്. ആയതിനാൽ ഒരു കർത്താവും ഒരു സഭ മാത്രമേയുള്ളൂ. മറ്റ് ക്രൈസ്തവ സഭകൾ എന്ന് വിളിക്കപ്പെടുന്നവ കത്തോലിക്ക സഭയിൽ നിന്നും പിരിഞ്ഞു പോയവയാണ്. സഭാപിതാവായിരുന്ന വിശുദ്ധ ഇരണേവോസ് വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്നു: എന്തെന്നാൽ റോമാസഭയോട് അതിൻ്റെ പ്രാമുഖ്യം മൂലം മുഴുവൻ സഭയും, അതായത് എല്ലായിടത്തുമുള്ള വിശ്വാസികൾ നിർബന്ധപൂർവം ഐക്യപ്പെട്ടിരിക്കണം. കാരണം അതിൽ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യം എന്നും സംരക്ഷിച്ചിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസ് ഇപ്രകാരം പറയുന്നു: റോമിനെയാണ് അപ്പസ്തോലിക സിംഹാസനം എന്ന് വിളിക്കുന്നത്. ഇതേ വിശ്വാസമാണ് കത്തോലിക്ക സഭ 2000 വർഷമായി കാത്തു സൂക്ഷിക്കുന്നത്. ആയതിനാൽ കത്തോലിക്കരുടെ സഭ ആസ്ഥാനമായി ഇന്നും റോം നിലനിൽക്കുന്നു. ആയതിനാൽ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഏതൊരുവനും അപ്പസ്തോലിക വിശ്വാസത്തിന്റെ പൂർണ്ണത കത്തോലിക്ക സഭയിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുക. സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലും ചരിത്രപരമായും മേൽപ്പറഞ്ഞ പ്രസ്താവനകൾ സ്ഥിരീകരിക്കാവുന്നതാണ്. ഈശോയെ സ്നേഹിക്കുക എന്നാൽ ഈശോ സ്നേഹിക്കുന്നവയെ സ്നേഹിക്കുക എന്നർത്ഥം. അതോടൊപ്പം ദൈവപിതാവിന്റെ ഇഷ്ടാനുസരണം തന്റെ പുത്രനാൽ സ്ഥാപിതമായ ഏക സത്യസഭയെ സ്നേഹിക്കുക എന്നും മനസ്സിലാക്കാവുന്നതാണ്. ദൈവേഷ്ട വിരുദ്ധമായതെന്തും തിന്മയാണ്. ഈശോയെ സ്നേഹിക്കുക എന്നാൽ പാപത്തെ വെറുക്കുക. കാരണം ഈശോ പാപത്തെ വെറുക്കുന്നു. ഈശോയെ സ്നേഹിക്കുക എന്നാൽ കൂദാശകളെ സ്നേഹിക്കുക എന്നർത്ഥം. കാരണം മനുഷ്യന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ് ഈശോ കൂദാശകൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് തുടരെയുള്ളതും യോഗ്യതാപൂർവകമുള്ള കൂദാശ സ്വീകരണം ഈശോയെ സ്നേഹിക്കുന്നതിന് തുല്യം. ഈശോയെ സ്നേഹിക്കുക എന്നാൽ കത്തോലിക്ക സഭയെ സ്നേഹിക്കുക എന്നർത്ഥം. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കാരണം ഈ കൂദാശകൾ അതിൻ്റെ പൂർണ്ണതയിലും പാരമ്പര്യത്തിലും സത്യത്തിലും ലഭ്യമാകുന്നത് ഈശോ സ്ഥാപിച്ച ഏക സത്യസഭയായ കത്തോലിക്ക സഭയിലാണ്. ഈശോ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയാണ് കത്തോലിക്ക തിരുസഭ. വരൂ, നമുക്ക് ഈശോ സ്നേഹിക്കുന്നത് സ്നേഹിക്കാം. നമ്മുടെ ആഗ്രഹം ഈശോയുടെ ആഗ്രഹവുമായി ഐക്യപ്പെടുത്താം. അങ്ങനെ സ്വർഗരാജ്യം സ്വന്തമാക്കാം. ഈശോ അരുൾ ചെയ്തു: കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോയുടെ ആഗ്രഹവും പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹവും ഒന്നാണ്. ഈശോ അരുൾ ചെയ്തു: ഞാനും പിതാവും ഒന്നാണ്. ഈശോ ഇത് കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സമാധാനം നമ്മോടുകൂടെ.